അപ്പം നമ്മളെ ചോറ് സെറ്റ് ആയി കേട്ടാ. പൊളി ഫുഡ് സെറ്റാണ്. ഏതാ ടീം? നമ്മുടെ ചോറ് സെറ്റ് ആയിട്ടുണ്ട്. ചോറ് ഇതാ പാക്ക് ചെയ്തിട്ട് കയറ്റിയിട്ടുണ്ട്. ഓ സെറ്റ് സെറ്റ് സാധനം കയറി. അപ്പം ഗൈസ് നമ്മുടെ ആയമുഞ്ചൻ കാലിൽ എത്തിയിട്ടുണ്ട്. എങ്ങോട്ടാ? സ്പോൺസർ കയറിനൊന്നും നമ്മൾ ബില്ലില്ലട്ടോ. കയറ് സ്പോൺസറാണ്. അബിക്ക നിങ്ങളെ സീറ്റ് താത്താ. അബിക്ക എനർജി സെറ്റ് പൂവല്ലേ? ഏട്ടാണ് ഏട്ടാണ്. ഷാജാൻ ഖാൻ കേറി കേറി ചെമ്പാടോ. പ്രസിഡന്റാ സെറ്റല്ലേ? ഫുൾ ഓൺ പവറിലാ. ഗഫൂർക്ക എന്താണ് നിങ്ങൾക്ക് ഈ വ്യാപാരിന്റെ ഈ ടൂറിന്റെ ഒന്നും പറയാനില്ല. ഏതാ ലെവല്? കിഡിലൻ ടൂറാണ്. 2 ബസ് 95% ആണ് പോകുന്നത്. അബിക്ക നിങ്ങളെ കയറ് മുറുക്കി നിങ്ങൾ വെറുതെ കത്തിയെടുത്തുകാനി. ഉണ്ണിയേട്ടനൊക്കെ ഫുൾ ഓൺ പവറിലാണ്. ആവേശം. ഫൈജാസ് മലയാളി നമ്മളെ ദിയാസിന്റെ പിള്ളേരുള്ള ഫൈജാസ് കാർഡ് നമ്മളെ സുഹൃത്താണ്. അബീബ് ക പ്രസന്നേട്ടന്റെ ഗഫൂർ ക അതാ ഫുള്ള്. ഉസ്മാൻ ക രണ്ട് വാക്ക് ടൂറിനെ പറ്റി 2 വാക്ക്. ഇതിൽ എന്റെ കുണ്ടൻ എന്ന് പറഞ്ഞതിൽ എന്താണ്? ഗ്രൂപ്പിൽ ഇങ്ങനെ ഉസ്മാനിക്കാണ് നമ്മള് എല്ലാവരും വേണമെന്ന് പറയാം. നിങ്ങളെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എന്റെ പേര് ഹംസ എന്നാണ്. കട്ടാങ്ങല് ഓപ്സി സൈപ്ലസ് എന്ന് പറഞ്ഞ കന്നഡ ഷോപ്പിന്റെ ആളാണ്. 50 വയസ്സ് പിന്നിടാത്തവരെക്കാൾ കൂടുതൽ ആവേശം എന്ന് മനസ്സിലാവുന്നുണ്ട് ഷോപ്പിന്റെ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റിയൊന്നും താങ്കളൊന്നും പറയുന്നില്ല. ഈ 50 വയസ്സിന്റെ കണക്ക് മാത്രം, വയസ്സൊക്കെ നമ്പർ മാത്രം പറയാൻ കാരണം എന്താണ്? താങ്കൾ ഈ 8 ഷോപ്പിന്റെ കഥ പറയാതെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ്. കാരണം 40 വയസ്സ് പിന്നിട്ടാലേ നമുക്ക് ഈ കന്നഡ ഉപയോഗം അധികവും വരാം. അപ്പൊ അവര് സോപ്പടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രം. ഫസ്റ്റില് ആദ്യം ഞാൻ 1994 ഫസ്റ്റില് ടൂർ പോയത് ഞാൻ. അതിൽ ആരും ഇപ്പൊ ഇത് മുന്നേക്കായി ഉണ്ടെങ്കിൽ ഉണ്ടാവും. അന്നുള്ളവരൊക്കെ ഏതാണ്ടൊക്കെ കാടിയായി പോയിട്ടുണ്ട്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള നമ്മുടെ പ്രത്യേകം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് നാഗാർജുന. അപ്പം ബുദ്ധിമുട്ടായത് കൊണ്ടൊന്നും പറയുന്നില്ല എന്നാ പറഞ്ഞത്. അരിഷ്ടമാണ് കുടിച്ചത് എന്നാണ് പറയുന്നത്. എന്താണെന്ന് അറിയില്ല. നാഗാർജുന എനിക്ക് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിന്റെ ഷോപ്പാണ് താഴെക്കെട്ടായിൽ പെട്രോൾ പമ്പിന്റെ അടുത്ത്. ഇതുപോലെ ടൂർ വരാനും അതുപോലെ തന്നെ നിങ്ങളൊക്കെ പരിചയപ്പെടാനും അതുപോലെ തന്നെ അടുത്തത് ഏതായാലും നമുക്ക് സംസാരിക്കാനുള്ളത് പ്രിയപ്പെട്ട നമ്മുടെ ബസ്സിന്റെ രോമാഞ്ചം സംസാരിക്കാനുള്ളത് എന്താണ്? താങ്കൾക്ക് ഈ ടൂറിനെ പറ്റി ആദ്യം പറയാനുള്ളത് എന്ന് പറയും. പറയുകയാണെങ്കിൽ വളരെ സൂപ്പർ. നമ്മുടെ ഏത് മുക്കിലും മൂലയും പിന്നിലെ സീറ്റിലേക്ക് ക്യാമറ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞാൽ ക്യാമറ കൊണ്ടുവരുന്ന മിസ്റ്റർ സിയാദ് എവിടെയുണ്ടെങ്കിലും ക്യാമറയും എഡിറ്റിംഗുമായി നടക്കുന്ന സിയാദ് Z+ മൊബൈൽ. ഇങ്ങോട്ട് വരില്ല തോന്നുന്നു. സിയാദ്, എന്താണ് താങ്കൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ടൂറ് എന്നല്ല, ഈ കെട്ടാങ്ങൽ എന്ത് പരിപാടി ഉണ്ടല്ലോ അതിൽ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പറയാനുണ്ട് അതിന്. ഇത്രയും നമ്മളെ പരിചയപ്പെടുത്തിയ ഈ വ്യക്തി ഏതാണെന്നല്ലേ നമുക്ക് പിന്നെ മിലാൻകോ എൻ്റെ ഷോപ്പ്, പിന്നെ യൂത്ത് വിങ്ങിന്റെ കരുത്തും യൂത്ത് വിങ്ങിന്റെ കഴിഞ്ഞ വർഷത്തെ ഫുട്ബോൾ ടൂർണമെന്റിന്റെ മുന്നിൽ നിന്നും ചുക്കാൻ പിടിച്ച മിസ്റ്റർ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്. ഷാഹുൽ പിന്നെ സംസം ഹോൾസെയില് ടൂറാണ്. കഴിഞ്ഞ കൊല്ലം വരാൻ തീരെ താല്പര്യമില്ല. എന്താ വെച്ചാല് കുറെ
പ്രായമുള്ള ആൾക്കാരേക്കും വൈബ് ഉണ്ടാവില്ല ആ ഒരു ഇതിലേക്കുണ്ടായി. അല്ല, കഴിഞ്ഞ വർഷം താങ്കൾ പ്രസിഡന്റ് ആക്കാത്തത് കൊണ്ടാണ് വരാത്തതെന്ന് രാജിവെക്കേണ്ട ഒരു അവസ്ഥ എത്തിയിരുന്നു മുമ്പ്. അപ്പോൾ ഇത് ഫാമിലി ഗ്രൂപ്പിലിട്ട് പോയി, അതുകൊണ്ട് രാജിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ഒരു വാർത്ത ഇവിടെ പരന്നിരുന്നത് സത്യം പറഞ്ഞാൽ ഞാനത് കേട്ടിട്ടുണ്ട്. താങ്കളെ പറ്റിയുള്ള ഒരു അപവാദമാണ്. പറഞ്ഞുണ്ടാക്കിയതാണ്. അല്ല ഗഫൂർക്കാക്ക് പറയാണ്ട് ശരിക്കുള്ളതന്നെ. ഇവൻ പോസ്റ്റർ അടിച്ചു കാണി ഫാമിലി ഗ്രൂപ്പിൽ ഇട്ട്. തീർച്ചയായിട്ടും ഇത് നമ്മൾ കെട്ടാങ്ങൽ യൂണിറ്റിന്റെ യൂത്ത് വിങ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിന് ഒരു യാത്ര പോവുക. ഇതൊരു അടിപൊളി ട്രിപ്പാണ് സത്യം പറഞ്ഞിട്ടാണെങ്കിൽ. നമ്മള് വ്യാപാരികൾ പലതരം കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരേ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കുടുക്കിയിൽ നമ്മളൊരു യാത്ര പോവുകയാണ്. അപ്പൊ ഇതിന് ഒന്ന് നമുക്ക് പരിചയപ്പെടാം അല്ലേ? റെഡിയല്ലേ? ബഷീർ മോനെ നമ്മളെ ചെറുപ്പത്തിലേ നമ്മൾ കാണുന്ന പോലെ എന്നെക്കാട്ടിലും ഒരു 5 വയസ്സ് മൂത്തതാണെങ്കിൽ അവരെ ബഷീർ മോനെ എന്നാ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പരിചയപ്പെടുത്തുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്റ്റാർട്ടിങ് വ്യാപാരി സുഹൃത്തുക്കളെ, നമ്മുടെ മിക്കവാറും ആൾക്കാർ നേരത്തെ പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും ഇവിടെ കൂടുതലുള്ളത്. അത് ബസ് തന്നെ ഇവിടെ നിന്ന് തുടങ്ങാം. കാരണവരായിട്ടുള്ള മുനീർക്കായുടെ ഈ ബസ്സിൽ ഇത്രയും വഴിക്കടവത്തി നമ്മൾ കെട്ടാമെന്ന് പോകുന്നുണ്ട്. നിലമ്പൂർ കഴിഞ്ഞ് വഴിക്കടവത്തി ചുരം കയറാൻ പോവുക അല്ലെ ഡ്രൈവർ? നിലമ്പൂര് നമ്മളെ ചുരം കയറാൻ പോവുകയാണ്. അപ്പൊ ഇതുവരെയുള്ള യാത്രയിൽ മുനീർക്ക മാത്രമായിരുന്നു ഇതിന്റെ ഒരു എൻജോയ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരും മുഖത്തും വളരെ പുഞ്ചിരിയാണ് കാണുന്നത്. അപ്പൊ അഭിപ്രായ പുറത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് മുനീർക്ക സത്യം പറയുന്നില്ല, അങ്ങനെ ഒരു സംസാരിക്കുന്നത്? അഭിവർ എന്തോ ഒരു വിഷമം കാണുന്നുണ്ട്. വൈബിനെ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് എനിക്ക് അതായിരിക്കാനാണ് ചാൻസ്. BPL മെയിൻ പ്ലെയർ മെയിൻ പ്ലെയർ കൂടെ അടിപൊളി പയമ്പൂരി ഷോപ്പ് നടത്തുന്നത്. ഞാനങ്ങനെയാണ് അതിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ബാലേട്ടനോട് നമുക്ക് സംസാരിക്കാം. നമ്മളിപ്പോൾ എല്ലാ ആളുകളും നമ്മുടെ കെട്ടാകലിൻ്റെ വ്യാപാരി വ്യവസായിൻ്റെ സുഹൃത്തുക്കളെല്ലാവരും സംസാരിച്ചു. പക്ഷെ കെട്ടാകലിൻ്റെ പഴയ കാല ചരിത്രത്തെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ അറിയോ? ഹോട്ടലിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അന്നത്തെ ഹോട്ടലിൽ കിട്ടുന്ന ഭക്ഷണം അതൊരു നല്ല വളരെ ഒരു ടേസ്റ്റോട് കൂടിയുള്ള ഭക്ഷണങ്ങളായിരുന്നു. അന്നത്തെ ബീഫ് കറി, മട്ടൻ കറി, വെജിറ്റബിൾ കറി എന്നുള്ള റേഞ്ച് കൂടിയാലും പ്രശ്നമാണ്. റേഞ്ച് കൂടിയാലും പ്രശ്നമാണ്. പാലേട്ടൻ്റെ ഏതാ റേഞ്ച് എന്നുള്ള നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും. പാലേട്ടൻ റേഞ്ച് ഏതാണെന്നല്ല നമുക്ക് മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ കെട്ടാകൽ 25 വർഷമായിട്ട് മെഡിക്കൽ ലബോറട്ടറി നടത്തുന്നു. വീട് നമ്മൾ സബ് സ്റ്റേഷൻ്റെ അടുത്ത്. എൻ്റെ പേര് മോഹനൻ. ഞാൻ പൂളക്കോട് ആണ് എൻ്റെ കച്ചവടം. ഞാൻ ഡീൽ ചെയ്യുന്നത് അവിടെ കച്ചവടം ചെയ്യുന്നത് 12 വർഷം. ഇതിന്റെ മുമ്പ് എന്തായിരുന്നു പരിപാടി? എൻ്റെ പേര് മനോജ്. ഞാൻ ആരാധന റെസ്റ്റോറൻറ്റ് കെട്ടാക്കൽ പുതിയ ആളാണ്. കച്ചവടത്തിൽ മലയമ റോഡിലാണ് ചെയ്യുന്നത്. സ്വന്തം ജ്യേഷ്ഠൻ തന്നെ പറയാം. മൂത്താപ്പന്റെ മോനാണ്. കേസിക്കാരിൽ നല്ലവരുണ്ട്, എന്നാലും ചില ചെറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ പെടുന്ന ഒരാളാണിത്. തീർച്ചയായിട്ടും എനിക്കങ്ങനെ പറയാനുള്ള അധികാരം എന്റെ കാരണവരോടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലേ കാലത്തിന്റെ ആദ്യമായിട്ട് പന്തൽപ്പണിക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയ ആളാണ് ജാഫർക്ക. അല്ലേ? അതെ. ഞാൻ AKP ഗഫൂർ, പുള്ളാവൂരാണ് വീട്. 20 വർഷത്തോളം പ്രവാസിയായിരുന്നു. ഇപ്പോൾ നാട്ടിൽ സെറ്റിലായി 3 വർഷത്തോളമായി. ഇപ്പോൾ കമ്പനിമുക്കിൽ ഗാലക്സി ബേക്കറി ആൻഡ് കൂൾ ബാർ നടത്തുന്നു. തീർച്ചയായിട്ടും ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല സന്തോഷം നിറഞ്ഞ ഈ യാത്രയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത് വളരെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എല്ലാവർക്കും പൈസ
ഇങ്ങനത്തെ ഓരോരോ പരിപാടി സംഘടിപ്പിച്ചിട്ട് ഇവരെ പരസ്യം, ഇവർക്ക് വേറൊന്നല്ല ആവശ്യം, ഇവരെ പരസ്യം ചെയ്യാം. ഇവർക്ക് ചെലവില്ല, ഇതിന് കല്ല നാട്ടുകാരെ പൈസ മുഴുവൻ സംഘടിപ്പിക്കുക, ഇതിന് ഇവരെ പരസ്യം നടത്തുക. ഇതാണ് നല്ലൊരു അഭിപ്രായം. ചീത്താണെങ്കിലും ഞാൻ അംഗീകരിക്കുന്ന നല്ലൊരു അഭിപ്രായം പറഞ്ഞതുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു സ്റ്റാഫാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ലേശം സത്യം പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. അതില് സ്റ്റാഫ് തന്നെയാണ്, പക്ഷെ എങ്കിലും മുതലാളി നമ്മളൊരു പയ്യനായതിന്റെ പേരിൽ അവന് ഇലക്ഷന് നിന്നിക്കണ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ബാവ. അപ്പോ അതിന്റെ പേരിൽ അവന് ഇതിനൊന്നും സമയമില്ല. അവന് വേറെ ഒന്ന് രണ്ട് പരിപാടി. പേര് അബ്ദുള്ള എന്നാണ്. ഞാൻ 28 കൊല്ലം ഗൾഫിലായിരുന്നു. അങ്ങനെ അവിടുന്ന് വന്ന് ഇപ്പൊ നാട്ടില് ചെറിയ കച്ചവടം തുടങ്ങി പള്ളിയിൽ പലചരക്ക് കടത്തിറങ്ങണം 30 കൊല്ലമായി. വെള്ളശ്ശേരി വൈക്കിന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ഇപ്പൊ മിലാൻകോന്റെ കമ്പനി വേറെയാണ് നമ്മളെ കമ്പനി, പ്ലേറ്റ് കമ്പനി നടക്കുന്നത്. ഇപ്പൊ പ്ലേറ്റ് കമ്പനി ഉണ്ട്, കമ്പനി നടക്കുന്നത് വേറെ. 12 വർഷമായി കെട്ടാങ്കല്. 4 മക്കള്. വ്യക്തമായിട്ട് പരിചയപ്പെടുത്തണം. കെട്ടാങ്കൽ റിയോണ ഗിഫ്റ്റ്മാർട്ടിന് നേരെ ഓപ്പോസിറ്റ്. ഞാൻ 123 സ്റ്റോർ മലയം അമ്പലമുക്കിലാണ് നടക്കുന്നത്. 1 വർഷമായി. ഇമ്മർത്തായിൽ ജ്വല്ലറിയാണ്. അപ്പോ റിയോൺ ഗോൾഡ് നേരെ അപ്പുറത്ത് വന്നപ്പോ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ചിലപ്പോ മാനസികമായിട്ട് ഉണ്ടാവാം. അത് നമ്മളിപ്പോ പറയണ്ട, ഓക്കെ. ഓണർക്കം പാർട്ണറായിട്ടുള്ള മുതലാളിന്റെ പേര്, കാര്യം, വിശദവിവരങ്ങളൊന്ന്. എൻ്റെ പേര് മുഹമ്മദ് ഷാഫി, സ്വദേശം കളരാന്തിയാണ്. 7 വർഷത്തോളമായി കെട്ടാങ്കൽ ഷോപ്പ് നടത്തിക്കൊടുക്കുകയാണ്. കച്ചവടമൊക്കെ ഉണ്ട്. ഇമ്മർത്താൽ ജ്വല്ലറിക്ക് 8 ഷോപ്പുകൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉണ്ട്. അടുത്ത് ജ്വല്ലറി ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയതാണല്ലോ. അപ്പോൾ പിന്നെ ഒരു ജ്വല്ലറിയും വരികയാണെങ്കിൽ കച്ചവടം കൂടുകയും കെട്ടാങ്കൽ ഏരിയയിലേക്ക് ആൾക്കാർ ജ്വല്ലറി ഒന്നില്ലെങ്കിൽ ഒന്നുണ്ടല്ലോ എന്നുള്ളത് വിചാരിച്ച ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കച്ചവടം കുറവൊന്നും വന്നിട്ടില്ല. അപ്പോൾ വില കയറിയത് കൊണ്ടുള്ള ചെറിയ മാറ്റങ്ങൾ വന്നു. തീർച്ചയായിട്ടും നല്ലൊരു വ്യാപാരി എന്നുള്ള നിലയ്ക്കുള്ള മറുപടിയാണ് ഞാൻ അടുത്തുനിന്ന് വന്നത്. കാരണം 2 ഷോപ്പുകൾ അല്ലെങ്കിൽ 4 ഷോപ്പുകൾ ഒരേപോലെ വന്നിട്ടാണെങ്കിൽ അതേപോലെ ആ ആൾക്കാർക്ക് കച്ചവടം കൂടുതൽ ചെയ്യുക, അവിടേക്ക് ആളുകൾ ഇറങ്ങും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എല്ലാ പ്രശ്നം അപ്പൊ ആ ഒരു കണ്ടീഷനാണ് പറയുന്നത്. ഞാൻ അസ്ട്രോഫിസിസ്റ്റ് പറയുമ്പോൾ ഇപ്പൊ കെട്ടാങ്കല് അരമന ബിൽഡിങ്ങില് അതായത് ക്യാൻസ്റ്റോറിന് അടുത്തൊരു പച്ചക്കറി കടയുണ്ട്. ഞാനും ഓമശ്ശേരിയുള്ള എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് ചെറിയ രീതിയിൽ ചെറിയൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ ചില സമയങ്ങളിലൊക്കെ കടയിലുണ്ടാവും. കൂടുതലും എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടാങ്കല് 25 വർഷത്തിലായിട്ട് പോർട്ടർ പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പുതിയ ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ എന്താണ് പറയാനുള്ളത്? സ്വിഗ്ഗി ഒരു കുറഞ്ഞ ബോക്സുകളൊക്കെ ഇറക്കുന്നത്. ഇപ്പം 150-200 ബോക്സുകൾ ഡെയിലി ഇറക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് വലിയ മെച്ചമുണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നല്ല 1 കിലോ ഉള്ള ഒരു ബോക്സ് കൊണ്ട് വെച്ചാലും അതിന് 8 രൂപ വരുന്നുണ്ട്. പിന്നെ അതാണ് ചിലപ്പോൾ അതിൽ പിന്നെ പച്ചക്കറി എല്ലാ ഐറ്റംസും അവിടെ ലഭിക്കുന്നുണ്ട്. എൻ്റെ പേര് മുഹമ്മദ് അലി, ഞാൻ ഓമശ്ശേരിയാണ് വീട്. ഞാൻ സ്കൂൾ പോകുന്ന കാലം തൊട്ടേ വീട്ടിൽ പഠിക്കാറിന് ലീവ് വന്നു വരുമ്പോൾ ഞാൻ നല്ലോണം തുണി മാറ്റി കഴിഞ്ഞാട്ട് ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ എവിടെയും ബുദ്ധിമുട്ടാവില്ല. ഏത് സ്ഥാപനമാണെങ്കിലും നമുക്ക് എല്ലാ പണിയും എടുക്കാൻ കഴിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. വണ്ടി നന്നാക്കാൻ വേണ്ടി വന്നപ്പോൾ റൂമിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞിങ്ങനെ റൂമുണ്ട്, അങ്ങനെ പോയി നോക്കിയാണ്. ഏതായാലും സന്തോഷമുണ്ട്. നമ്മൾ പരിചയപ്പെടുത്തണോ? ഞാൻ രവീന്ദ്രൻ, 1981 കെട്ടാങ്കൽ ജോലി സംബന്ധമായി വന്നതാണ്. ടൈലറിംഗ് ആണ് എൻ്റെ ജോലി. ഇപ്പോഴും ഏതാണ്ട് 46 വർഷത്തിനോട് അടുക്കാണ്. 1981 കെട്ടാങ്കൽ താഴത്ത് കച്ചവടം ചെയ്ത ഒരാളാണ്. അപ്പൊ ആ ഒരു സമയത്തുള്ള ഒന്നുമില്ലെങ്കിൽ നമ്മളോടൊക്കെ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ആ റോഡ് എങ്ങനെയെങ്കിലും പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ
ട്രഷറർ എന്നൊക്കെ പറഞ്ഞാല് നമ്മള് എങ്ങനെ പറഞ്ഞാലും ഖജാൻജി ഒരു അഴിമതിക്കാരനായിരിക്കാം. ഇപ്പോഴുള്ളത് അങ്ങനല്ല, ഞാനത് പറയൂല. കാരണം പ്രത്യേകിച്ച് അഭിപ്രായമാണ്. അപ്പൊ നമ്മൾ ആ ഒരു കാലത്തുള്ള ഒരു എക്സ്പീരിയൻസ്, സംഘടനാ പ്രവർത്തനവും അന്നത്തെ കാലത്തുള്ള ഒരു വൈഭവം എന്ന് പറഞ്ഞുതരാൻ പറ്റും. കമ്മിറ്റി ഏതാണ്ട് നിലവിൽ വന്ന കാലത്ത് തൊട്ട് തന്നെ ഏതാണ്ട് മെമ്പർഷിപ്പ് എടുത്ത വ്യക്തിയാണ്. അപ്പം അന്ന് നമ്മുടെ റാസ്മാഷ് പ്രവർത്തിച്ചു വരുന്നൊരു വ്യക്തി കൂടിയാണ്. അന്ന് കെട്ടായനെ സംബന്ധിച്ച് പറയുകയാണെന്ന് ഓടിട്ട ചില വീടുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ബസ്സാണെങ്കിൽ ഒരു ബസ്, പിന്നെ അത് മലയപ്പ കഴിഞ്ഞ് ആരുന്തറയായി, ആരുന്തറ കഴിഞ്ഞ് അമ്പലക്കണ്ടിയായി, അമ്പലക്കണ്ടി കഴിഞ്ഞ് പുത്തൂരായി, പുത്തൂരിൽ നിന്നാണ് പിന്നെ ഓമശ്ശേരിയിലേക്ക് പോകുന്നത്. അത്രയും കാലത്തെ പരിചയം എന്ന് പറഞ്ഞാൽ കെട്ടാങ്ങനെ സംബന്ധിച്ചിടത്തോളം ബസ് റൂട്ട് വളരെ കുറവാണ്, ബസ് കുറവാണ്. ഇത് പറയുമ്പോൾ അതെ അത്രേ ഉള്ളൂ, വരുന്നുള്ളൂ. ഇവിടെ പാക്കയിൽ വണ്ടി പല ആൾക്കാർക്കും നിശ്ചയുണ്ടാവും വിചാരിക്കുന്നത്. പാക്കയിൽ സാധനം കൊണ്ടുവരുന്ന വണ്ടി, ബസ്, ആ ബസ്സിന്റെ മാതിരി വരുന്ന ഒരു കാലത്ത് നമ്മുടെ പുറം ഭാഗത്ത് തുറന്നിട്ട് സൈഡിലൊക്കെ കഷ്ണം ഇത് ഒരു ബെഞ്ച് പോലെ ഉണ്ടാക്കി അങ്ങനത്തെ ഒരു കാലഘട്ടം നമ്മളുടെ മുന്നിൽ കണ്ടതാണ്. അതിൽ യാത്ര ചെയ്തതാണ്. ഞാനൊക്കെ ശ്രദ്ധിച്ച് കേട്ട് നിന്നതാണ്. കാരണം നമുക്കൊന്നും അറിയില്ല. ഇതിൽ പല ആളുകൾക്കും ചിലപ്പോൾ പഴയ കഥകളൊക്കെ ഒരുപാട് അറിയാൻ പറ്റും. അപ്പം ഗൈസ്, നമ്മളങ്ങനെ രാവിലെ ഇവിടെ എത്തി. നമ്മൾ മഹാരാജ് കയറി ഫ്രഷപ്പൊക്കെ ചെയ്ത് മൊത്തം ടീമും ടീ ഫാക്ടറിയൊക്കെ കണ്ട് വിശ്രമത്തിലാണ്. യാസിർ, ഇതാണ് മറ്റേ മുതലാളി, ശരിക്കുള്ള മുതലാളി. ആ, മൂപ്പര് 2 ശിഷ്യന്മാരാണ് സാലിം ബാവയും. പ്രശ്നട്ടാ സെറ്റല്ലേ? ഇവിടെ വിനു ആൻഡ് ടീം ഫോട്ടോഷൂട്ടിലാണ്. മമാലിക്ക സെറ്റല്ലേ? ഷാജാൻക എന്താണ് സ്ഥിതി? സ്ഥിതി എന്ന് പറഞ്ഞാല് അടിപൊളി, വെരി നൈസ് ജേണി. എവരിബഡി ഈസ് വെരി ഹാപ്പി. സാന്തേട്ടാ ലൈക്ക് അടിക്കി, സെറ്റല്ലേ? അൽത്തമീമി കഥ സെറ്റല്ലേ? ഇതാണ് ഞങ്ങളെ മെയിൻ ടൂറിന്റെ കോർഡിനേറ്റർ റഫീഖ. റഫീഖ ആണ്. മൊത്തം സെറ്റപ്പാണ്. ലോഗിൽ വരുന്ന കേട്ടോ. ഓ സെറ്റ്. നെതർലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കണ്ണടയാണ്. അതിനെന്തൊക്കെയോ പ്രത്യേകത ഉണ്ട് പോലെ. മുടുപ്പുകളൊന്നും കാണാൻ അങ്ങനെ എന്തോ ഒരു കാഴ്ചപ്പാടില്ല ഒരു സാധനമാണ്. അപ്പൊ അത് എത്ര പിരിച്ചു കൊടുത്താലും അതിന്റെ മുതലാവില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. അല്ല, ഓനൊരു നോർമൽ കണ്ണട ഇപ്പൊ തൽക്കാലത്തിന് ഒരു ഫോണിലൊക്കെ നോക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇന്നത്തെ ഇപ്പൊ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നാളെ തന്നെങ്കിലും ഒരു കണ്ണട കിട്ടാൻ ഇപ്പൊ നമുക്ക് സമീപിക്കേണ്ട ഒരു കണ്ണടന്റെ ഷോപ്പുകാർ നമ്മൾ ഈ ബസ്സിൽ തന്നെ ഉണ്ട്. ഏതായിരുന്നു ആ കണ്ണടന്റെ ഷോപ്പ്? മുകളിലാണ് സ്റ്റാർട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വാച്ച് കൂടി മിസ്സായിട്ടുണ്ട്. കൂടി രാവിലെ കുറച്ച് സമയം വൈകിട്ടുണ്ട്. 2 ഫ്രീ ഉണ്ടാവും കേട്ടോ. ഗുണ്ട 10 ഫ്രീ. 13 14 1 സെക്കൻഡ് കുരിശിലാക്കിയാണോ? ബാലേട്ടൻ എന്തിനാക്കിയത്?
അപ്പം ഗൈസ് നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മളെവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഊട്ടിയിലെ കർണാടക ഗാർഡനിലാണുള്ളത്. നല്ല അടിപൊളി, കൂടുതൽ ഫ്ലവേഴ്സൊക്കെ വളരെ കുറവാണ്, പക്ഷേ അവർ ചെടികളൊക്കെ അടിപൊളിയായിട്ട് ഇത് ഡിസൈൻ ചെയ്തു. നമ്മളെ ഫുൾ ടീം പുറത്തിറങ്ങി. നമുക്കൊരു സൺസെറ്റ് ഇന്ന് കിട്ടിയ സംഭവമാണ്. ഏതാ സൺസെറ്റ്? ഇവരൊക്കെ കാണാൻ നിൽക്കുന്ന സംഭവം എന്താ വെച്ചാൽ ഒരു അപ്പാരൊരു സൺസെറ്റാണ്. ഏതാ സൺസെറ്റ്? ടീം ഇതെന്താ വെച്ചാല് നമ്മളെ കൂടെ ഉള്ള ലെസ്ബിയൻസ് എന്താ പറഞ്ഞത്? ലാസ്റ്റ് നമ്മൾ ദിയാസ് ബസ് ഉണ്ട്, നമ്മളെ തേനീച്ചുണ്ട്, എല്ലാവരും ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് ഇവിടെ നിൽക്കുകയാണ്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. Hey!